ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭയുടെ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ബുക്സിനെ പറ്റിയിട്ടാണ്. ഇതാണ് പ്രാഥമിക്കിൻ്റെ ബുക്ക്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓരോ അക്ഷരങ്ങളും, ഹിന്ദിയിൽ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം ഇതിലുണ്ട്. പിന്നെ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സിലബസും ഒറ്റ ബുക്കിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റിൻ്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയുണ്ട്, ഏതൊക്കെ പോർഷൻസിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ ഉണ്ട് ഇതിൽ. ബുക്കിന് 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ബോധിനിയാണ്, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. രണ്ടാമത്തേത് ഗദ്യമാണ്, മൂന്നാമത്തേത് രണ്ടാമത്തേത് പദ്യമാണ്, മൂന്നാമത്തേത് ഗദ്യമാണ്, നാലാമത്തേത് കഹാനിയാണ്, അഞ്ചാമത്തേത് അനുവാദാണ്, ആറാമത്തെ ഭാഗം രചന ആണ്. അടുത്തത് മധ്യമയുടെ ബുക്കാണ്. ഇതിൽ രണ്ടാമത്തെ എക്സാമാണ് മധ്യമ. അതിൻ്റെ ബുക്കാണിത്. ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ഞാൻ ഈ എക്സാംസ് എല്ലാം എഴുതിയത്, അതുകൊണ്ടാണ് ബുക്സ് ഇത്തിരി പഴയതായിരിക്കുന്നത്. മധ്യമയ്ക്കും ഒരു ബുക്കേ ഉള്ളൂ. പക്ഷെ മധ്യമയുടെ എക്സാം വരുന്നത് 2 പാർട്ടായിട്ടാണ്. 2 പേപ്പറുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ടായിരിക്കും. ഫസ്റ്റ് പേപ്പറിനുള്ളത് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പദ്യം ഗദ്യമാണ്. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പാർട്സാണ് ഏതൊക്കെ പേപ്പറിന് വരുന്നതെന്ന്. ഭാഗ് 1 പദ്യമാണ്, ഭാഗ് 2 ഗദ്യമാണ്, ഭാഗ് 3 ദേവ്നാഗരി ലിപിക മാനക് രൂപ്. ഈ 3 പാർട്ടുകളും ഫസ്റ്റ് പേപ്പറിൽ വരുന്നതാണ്. രണ്ടാമത്തെ പേപ്പറിൽ 4th പാർട്ടായിട്ടുള്ള കഹാനി ഉണ്ട്. ലവ് കുഷ്, അതായത് രാമായണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഉത്തരരാമായണം എന്നൊക്കെ പറയുന്ന കഥയാണ്. അതാണ് പാർട്ട് 5 വരുന്നത്. പാർട്ട് 6 രചന ആണ്. പാർട്ട് 7 അനുവാദ് അഭ്യാസ്, ട്രാൻസ്ലേഷൻ. ഇതിൽ മൂന്നാമത്തെ എക്സാമിൻ്റെ പേര് രാഷ്ട്രഭാഷ എന്നാണ്. അതിൻ്റെ ബുക്കാണിത്. ഇതിനും ഒറ്റ ബുക്കേ ഉള്ളൂ. ഇതിലും ഒറ്റ പേപ്പറല്ല, 2 പേപ്പറുണ്ട്, പെഹ്ല പത്രം ദൂസര പത്രം. ഇതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് പെഹ്ല പത്രത്തിനുള്ളത്, ഏതൊക്കെയാണ് ദൂസര പത്രത്തിനുള്ളതെന്ന്. ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ ഭാഗ് 1 പദ്യമാണ്, ഭാഗ് 2 ഗദ്യ ആണ്, ഭാഗ് 3 ഏകാങ്കിയാണ്, ഭാഗ് 4 കഹാനി, ഭാഗ് 5 ജീവനി, ഭാഗ് 6 നിബന്ധാണ്, ഭാഗ് 7 രചന, ഭാഗ് 8 അനുവാദ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 ഭാഗങ്ങൾ, അതായത് ഏകാങ്കി വരെ ഉള്ളത് പെഹ്ല പത്രനുള്ളതാണ്. പിന്നെ ദൂസര പത്രന് രചന കഴിഞ്ഞിട്ട് അനുവാദ് അഭ്യാസ് വരെ, അതായത് അവസാനം വരെ ബാക്കിയെല്ലാം ഉള്ളത് ദൂസര പത്രത്തിലാണ്. കഹാനി തൊട്ട് അനുവാദ് വരെ ദൂസര പത്ര. അത് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും. രണ്ടും ഒരേ ദിവസം തന്നെ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇതിൽ നമുക്ക് 11 പദ്യങ്ങൾ പഠിക്കാനുണ്ട്, 10 ഗദ്യ പഠിക്കാനുണ്ട്, 5 ഏകാങ്കി പഠിക്കാനുണ്ട്, പിന്നെ 6 കഹാനി ഉണ്ട്, 7 ജീവനി ഉണ്ട്, 8 നിബന്ധുണ്ട്, പിന്നെ രചന അനുവാദം. ഇതിലെല്ലാം പഠിക്കണമെന്നില്ല, കുറേയൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് പഠിച്ചാലും നമുക്ക് കിട്ടാവുന്ന, കാരണം ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് എക്സാമിന്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാം പഠിക്കണമെന്നില്ല, സെലക്റ്റീവായിട്ട് പഠിച്ചാലും മതി. അടുത്ത എക്സാം പ്രവേശികയാണ്. ഇതിന് 1ലധികം ബുക്സ് ഉണ്ട്. ശരിക്കും 6 ബുക്സ് ഹിന്ദിയുടെയും 2 ബുക്സ് മലയാളത്തിൻ്റെയും പഠിക്കാനുണ്ട്. 3 പേപ്പറുകളിലായിട്ടാണ്. ആദ്യത്തേത് നവീൻ ഗദ്യ ചൈനികയാണ്, അടുത്തത് നവീൻ പദ്യ ചൈനികയാണ്, ഇനി വരുന്നത് ഹിന്ദി വ്യാകരൺ പ്രവേശിക. വളരെ തിന്നായിട്ടുള്ള ബുക്കാണ് ഹിന്ദി വ്യാകരൺ പ്രവേശിക. ഇത് സെക്കൻഡ് പേപ്പറിനുള്ള ബുക്സാണ്. ഞാൻ ഏതൊക്കെ പേപ്പറിനുള്ളതാണെന്ന് അവസാനം പറഞ്ഞുതരാം, എല്ലാ ബുക്കും കാണിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഹിന്ദി വ്യാകരൺ പ്രവേശിക. അതുകഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഒരു ബുക്കുണ്ട്, സത്യകാ സ്വർ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ബുക്കാണ്. ഇതും അത്യാവശ്യം തിന്നായിട്ടുള്ള ബുക്ക് തന്നെയാണ്, അത്രയ്ക്കൊന്നുമില്ല. ഇത് സെക്കൻഡ് പേപ്പറിനുള്ളതാണ്. ഇതിൽ വ്യാഖ്യാൻ മാലയും ഉണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ ബുക്കിൽ സത്യകാ സ്വർ എന്നുള്ള ബുക്കിൽ വ്യാഖ്യാൻ മാലയും ഉണ്ട്. അടുത്തത് സത്യമേവ ജയത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. സത്യമേവ ജയത്തെ നാടകമാണ്. ഇതിലും വ്യാഖ്യാൻ മാലയുണ്ട്, നാടകത്തിൻ്റെ ബുക്കാണ്. ഇതും അത്ര കട്ടിയുള്ളതൊന്നുമല്ല, അത്യാവശ്യം ചെറുതാണ്. നാടകമാകുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു നാടകമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഹിന്ദി രത്നാകർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഹിന്ദി രത്നാകർ, ഇത് 3rd പേപ്പറിനുള്ളതാണ്. മലയാളത്തിൻ്റെ കൂടെ, മലയാളം 3rd പേപ്പറാണ്, അതിൻ്റെ കൂടെ വരുന്നതാണ് ഹിന്ദി രത്നാകർ. ഇതിനകത്ത് നിബന്ധുണ്ട്, പെഹ്ല ഭാഗ് നിബന്ധുണ്ട് ഹിന്ദി രത്നാകറിൽ. അതുകഴിഞ്ഞിട്ട് ദൂസര ഭാഗ് 4 ഭാഗങ്ങളാണ് കേട്ടോ ഉള്ളത്. ദൂസര ഭാഗിൽ പത്രലേഖനാണുള്ളത്, തീസര ഭാഗിൽ സംക്ഷിപ്തീകരണം ഉണ്ട്, ചൗഥാ ഭാഗിൽ അനുവാദ് അഭ്യാസം. മലയാളമാണ്, 2 ബുക്ക് മലയാളം. ആദ്യത്തേത് ഗദ്യ തരംഗാവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്, ഗദ്യ തരംഗാവലി. അത് കഴിഞ്ഞിട്ട് പദ്യ തരംഗാവലി ഉണ്ട്.
അത് രണ്ടും തേർഡ് പേപ്പറിനുള്ളതാണ്. മലയാളം രണ്ടും തേർഡ് പേപ്പറിനുള്ളതാണ്. ഇനി ഓരോന്ന് ഏതേത് പേപ്പറാണെന്ന് പറയാം. ഫസ്റ്റ് പേപ്പറിനുള്ളത് നവീൻ ഗദ്യ ചൈനികയുണ്ട്, നവീൻ പദ്യ ചൈനിക, നവീൻ ഗദ്യ ചൈനിക. ഇനി സെക്കൻഡ് പേപ്പറിനുള്ളത് പറയാം. സെക്കൻഡ് പേപ്പറിന് സത്യ കാ സ്വർ ഗാന്ധിജിയുടെ ബുക്കുണ്ട്, പിന്നെ നാട്ടകിൻ്റെ ബുക്കുണ്ട്, ഹിന്ദി വ്യാകരണുണ്ട്, ഹിന്ദി വ്യാകരൺ പ്രവേശിക. നാട്ടകിൻ്റെ ബുക്കെന്ന് വെച്ചാൽ സത്യമേവ ജയതേ, ആ ബുക്കുണ്ട്. പിന്നെ സത്യ കാ സ്വറുണ്ട്, ഹിന്ദി വ്യാകരണുണ്ട്. ഈ 3 ബുക്സാണ് സെക്കൻഡ് പേപ്പറിനുള്ളത്. ഫസ്റ്റ് പേപ്പറിന് 2 ബുക്സ്, സെക്കൻഡ് പേപ്പറിന് 3 ബുക്സ്. അതുകൊണ്ട് തേർഡ് പേപ്പറിന് ഹിന്ദി രത്നാകരുണ്ട്, ഗദ്യ തരംഗാവലിയും പദ്യ തരംഗാവലിയാണുള്ളത്. ഈ 3 ബുക്സാണ് തേർഡ് പേപ്പറിനുള്ളത്. ഇനിയുള്ള എക്സാം വിശാരദ് പൂർവാർദ്ധാണ്. വിശാരദിന് 2 എക്സാംസ് ഉണ്ട്. വിശാരദ് ഉത്തരാർദ്ധമുണ്ട്, പൂർവാർദ്ധമുണ്ട്. ആദ്യത്തെ പൂർവാർദ്ധാണ്, പിന്നെയാണ് ഉത്തരാർദ്ധം. അപ്പോൾ അതിനുള്ള ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെയും ഫുൾ സെറ്റ് എൻ്റെ കയ്യിലില്ല. മലയാളത്തിൻ്റെ ബുക്സ് കിട്ടിയിട്ടില്ല. പിന്നെ ഹിന്ദിക്ക് തന്നെ ഒരു ബുക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 7 ബുക്സാണ് ആകെ ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തേത് അനുവാദ അഭ്യാസം ഉണ്ട് കേട്ടോ. ഇതിലും അനുവാദ അഭ്യാസം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഈ ബുക്കാണ് അനുവാദ അഭ്യാസിൻ്റെ. ട്രാൻസ്ലേഷൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഇതിൽ. ഇനിയുള്ളത് നവീൻ കഹാനി കലശാണ്. നവീൻ കഹാനി കലശ് വ്യാഖ്യാൻമാല സഹിത്, അതായത് വ്യാഖ്യാൻമാലയുണ്ട് ഇതിനകത്ത്. പിന്നെ 11 കഹാനികളാണ് ഇതിൽ പഠിക്കാനുള്ളത്. 11 കഥകളുണ്ട്. കഹാനിക്കാർക്കാ പരിചയം എന്ന് പറഞ്ഞിട്ട് അവസാനം ബുക്കിൻ്റെ അവസാനം കഥകൾ എഴുതിയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട്. അതും പഠിക്കണം. വ്യാഖ്യാൻമാലയും ബുക്കിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. അടുത്തത് അനുവാദ അഭ്യാസമാണ്. ഭാഗ് 5 എന്ന് എഴുതിയിട്ട് അനുവാദ അഭ്യാസ് തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ഇതിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഹിന്ദി നിബന്ധ സങ്കലനാണ്. ഇത് എസ്സേ ഒക്കെ ഉള്ള ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് കുറേ എസ്സേസ് പഠിക്കാനുണ്ട്. 20 എസ്സേകൾ പഠിക്കാനുണ്ട്. നമുക്കൊരു നാട്ടക് പഠിക്കാനുണ്ട്. നിർമ്മല എന്ന് പറഞ്ഞിട്ടുള്ള പ്രേംചന്ദിൻ്റെ നാടകമാണ്. നിർമ്മല എന്ന് പറഞ്ഞിട്ടുള്ള നാടകമുണ്ട്. അതിലും വ്യാഖ്യാൻമാല ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പ്രേംചന്ദിൻ്റെ നാടകമാണ്. ഇതിൻ്റെ അഭ്യാസം വരുന്നത് ചരിത്ര പെർ ടിപ്പണി, അതായത് ക്യാരക്ടർ സ്കെച്ച് വരാം, പിന്നെ ടിപ്പണിയാണ്, വേറെ എസ്സേസ് ആയിട്ട് ചോദിക്കാം നമുക്ക്. അടുത്തത് നവീൻ ഗദ്യ ചൈനികയാണ്. ഇതിൽ ഗദ്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഗദ്യഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഗദ്യ ചൈനികയിൽ. ആദ്യത് ഹാസ്യകഥ ആണ്, അത് ഒരെണ്ണമുണ്ട്. പിന്നെ കഹാനി 2 മുതൽ 5 വരെ, അതായത് 4 എണ്ണമുണ്ട്. ജീവനി 2 എണ്ണമുണ്ട്. പിന്നെ സംസ്കൃതി ഒരെണ്ണമുണ്ട്. യാത്രാസ്മരൺ അത് ഒരെണ്ണമുണ്ട്. പിന്നെ നിബന്ധ 2 എണ്ണമുണ്ട്. സംസ്മരൺ ഒരെണ്ണമുണ്ട്. ഏകാംഗി ഒരെണ്ണം, ലേഖ് 2 എണ്ണം. അങ്ങനെയായിട്ടുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നവീൻ ഹിന്ദി വ്യാകരൺ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഗ്രാമറും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പെഹ്ലാ ഖണ്ഡ്, ദൂസറാ ഖണ്ഡ്, തീസറാ ഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് വ്യാവഹാരിക് ഹിന്ദി, പത്രലേഖനാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ പത്രലേഖൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത്രയും ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ എഴുതാൻ പോകുന്ന എക്സാം വിശാരദ് പൂർവാർദ്ധാണ്. അത് കഴിഞ്ഞാൽ വിശാരദ് ഉത്തരാർദ്ധമുണ്ട്. പിന്നെ പ്രവീണുണ്ട്. പ്രവീണും പൂർവാർദ്ധം ഉത്തരാർദ്ധം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്സ് ഞാൻ വാങ്ങുമ്പോൾ അതൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ. സ്നേഹപൂർവ്വം മാളവിക.